ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ഒരു ശിഷ്യൻ മരണാസന്നൻ ഇങ്ങനെ കിടന്നിട്ടിരിക്കുമ്പോൾ ഉസ്താദായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് യാസീൻ അത് നോക്കുന്നു. ആയെങ്ക ആ ശിഷ്യ അതിന് തടയിട, നിങ്ങൾ ഓതൻ്റെ ഉസ്താദ് നിങ്ങൾ പോറുണ്ട് അതിനെ വിരോധിക്കുക. ഉസ്താദ് അതിനെ ഗമനത്തിൽ എടുക്കാണ്ടവേ യാസീനും ഓതിച്ച് ഖുർആൻ ഓതിട്ട് തഹ്ലീൽ ചൊല്ലു. ആയെങ്ക അവനതെന്തോ ചൊല്ലാണ്ടമേ ദൗർഭാഗ്യനായിട്ട് കാഫിറായിട്ട് ചത്തുപോണ്ട നഊദുബില്ലാ. അങ്ങനെ ഭാര്യ ബേജാറിൽ ഉസ്താദായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു അവിടെ മേ കിടന്നിട്ട് ഇങ്ങനെ ഉറങ്ങിപ്പോന്നു. കിനാവിലു ആ ശിഷ്യ നരകത്തിൽ പോന്നിട്ട് ഗന്ധരെ കിനാവ് കാണുന്നത്. ഇതിനെന്തേ നരകത്തിൽ പോകുന്നതിന് കേൾക്കുമ്പോൾ അപ്പോൾ ആ ശിഷ്യ ഞാൻ നല്ല നല്ല കാര്യമാക്കി കഴിഞ്ഞ് ചൊമ്മി നിസ്കരിച്ചു കഴിഞ്ഞ് ആയെങ്ക ആൽമാരുടെ ഞാൻ ഫിത്തിനാക്കി കഴിഞ്ഞ് ആൽമാരെ പകിപ്പിച്ചു കഴിഞ്ഞ് അക്കാരണത്തൊക്കെ നരകത്ത് പോയതിൻ്റെ ബന്ധം ചൊല്ലുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ തപ്പ് ആക്കേണ്ട കണ്ടെങ്കിൽ തപ്പ് ആക്കേണ്ട കണ്ടെങ്കിൽ അള്ളാഹു ഇതുപോലെ ഞങ്ങളെ നരകത്ത് കരീവ് അള്ളാഹു കാത്തനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമതായിട്ട് ബഹുമാനപ്പെട്ടവർ നിങ്ങൾക്ക് സ്വർഗത്തൊക്കെ പോകുന്നവരുടെ തെരുവായിട്ട് പഠിപ്പാടി തന്നുകൊണ്ടുള്ളേ ഏതൊരു ചെറിയ കാര്യമാക്കുമ്പം ഈ കാര്യം ആക്കിയത് കൊണ്ട് അള്ളാഹു നിങ്ങളെ സ്വർഗത്തേക്ക് എത്തുപാട്ടുക ചൊല്ലൊരു നല്ല ഉറച്ച വിശ്വാസ നിങ്ങളെ സ്വർഗയുടെ ചെറുപ്പടെ വാദത്തിൽ മുട്ട ഇടിക്കട് നീ ഏത് കാര്യത്തെ ഏറ്റിക്കിട് പ്രാമുഖ്യത്തോടു കൂടി അതിലൂടെ ഏറ്റിക്കിട് നിന്റെ കാര്യമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പാടി തരുമ്പോൾ ബഹുമാനപ്പെട്ട ശിബിലി ഇമാം റളിയല്ലാഹു അൻഹു ഒരാൾക്ക് സ്വർഗത്തിലേക്ക് ഇരിക്കുന്നവ കണ്ടു. അപ്പോൾ ശിബിലി ഇമാം റളിയല്ലാഹു അൻഹു കേൾക്കിടാറ് നിങ്ങനെ സ്വർഗത്തേക്ക് എത്തിയതിൻ്റെ കേൾക്കുമ്പോൾ ശിബിലി ഇമാം റളിയല്ലാഹു അൻഹു ചൊല്ലും, ഞാനൊരു നാല് ബഗ്ദാദിലെ പട്ടണത്തിൽ നടന്നുകൊണ്ട് പോയോണ്ടിരിക്കുമ്പോൾ സൈഡൊരു പൂച്ച ചലിച്ചിട്ട് വരുന്നോണ്ടുണ്ട്. ഒക്കെ കാണുമ്പോൾ ഭാര്യ ബേജറിയിട്ട് നനട്ടിങ്ങനെ ഒരു തട്ടത്തെ ആ പൂച്ചയുടെ മേൽ കിട്ടിട്ട് അതൊക്കെ ഞാൻ കൊസിയാക്കി എല്ലാം കണ്ട് ആ പഠിച്ചവനായ അള്ളാഹു നാനാക്കി നല്ല കാര്യത്തെയും കണ്ട അള്ളാഹു എൻ്റെ സ്വർഗത്തെ എത്തുപാട്ടിയായിട്ട് ശിബിലി ഇമാം റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു. ഏതൊരു ചെറിയ നല്ല കാര്യമാക്കിയത് കൊണ്ടും അള്ളാഹു നിങ്ങളുടെ സ്വർഗത്തെ എത്തുപാട്ടുക. ആയെങ്ക മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു പെണ്ണിങ്ങ ധാരാളം നിസ്കാരവും നോമ്പും സക്കാത്തുമാക്കി ഒരു പെണ്ണിങ്ങ ഒരു പൂച്ചരെ കെട്ടിട്ട് വെച്ചിട്ട് അതിക്ക് തിന്നകെന്നും കൊടുക്കാണ്ടമേ അതിൽ കൊന്നുവിട്ടാൽ അത് കാരണം കൊണ്ടാവുള്ളൂ നരകത്ത് കണ്ടല്ലേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാടുന്നത്. അതുകൊണ്ടിട്ടു ഏത് നല്ല ചെറിയ കാര്യമാക്കിയത് കൊണ്ടും അള്ളാഹു നിങ്ങളെ സ്വർഗത്തിൽ എത്തുപാട്ടുക. ഏത് വെടുക്ക് സാറാക്കിയത് കൊണ്ടും അള്ളാഹു നിങ്ങളെ നരകത്തിൽ എത്തുപാട്ടുക. അള്ളാഹു നിങ്ങളെ കാത്തുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമതായിട്ട് ബഹുമാനപ്പെട്ടവർ പഠിപ്പാടെ കണ്ടു ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടൊരു നല്ല സ്വഭാവമായിട്ട് കിട്ടും. കണ്ടതും പിടിച്ചതും എല്ലാം നക്കബേനും ചൊല്ലി ഒരു ദുസ്വഭാവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അങ്ങനെ നേതാവ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലും അതിത്തരമാ കഷ്ടത്തെക്കാല അതിത്തരമാ ത്യാഗത്തെ ചരിത്രം നമുക്ക് കാണുക സാധിക്കും. വൈദ്യമെന്തുമില്ലാണ്ട് രണ്ടും മൂന്നും കല്ല് കെട്ടിവെച്ചിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ത്യാഗത്തെ ചരിത്രം ത്വായിഫിലെ മണ്ണിൽ പോയപ്പം അതിത്തരമാ നൊമ്പല സഹിക്കേണ്ടി വന്നതും അതെല്ലാം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഗതി സമ്പത്തില്ലാത്തത് കൊണ്ടോ ഒരാസ്തി ഇല്ലാത്തത് കൊണ്ടോ പൈസ ഇല്ലാത്തത് കൊണ്ടോ സംഭവിച്ചിട്ടല്ലേ അല്ല. അതിലേക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെന്തും വേണ്ട, അള്ളാഹു നമുക്ക് എന്തിനെ വിധിച്ചിറ അതിൽ തൃപ്തിപ്പെടുന്ന നല്ല സ്വഭാവം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പാടി നോക്കുന്നു. അതും അങ്ങനെ ജീവിതത്തിൽ പകർത്തിയേണ്ടി കണ്ടെങ്കിൽ നമുക്കും അതുപോലെ സ്വർഗത്തേക്ക് പോവാം. നാലാമതായിട്ട് ബഹുമാനപ്പെട്ട പഠിപ്പാടി കണ്ടു നല്ല നല്ല ആത്മാരെ ഒരു പിറുസബിക്കടി സ്വാലിഹീങ്ങളെ ഒരു മഹബത്ത് വെക്കടി അങ്ങനെയൊക്കെ വീട്ടാവ ഗൗണ്ടായെങ്കിൽ ഒന്ന് കൂടി കലരെ അങ്ങനെ മജ്‌ലിസ് ഇതുപോലെ ഒരുമിച്ച് കൂടി ഇതെല്ലാം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതുപോലെ സ്വർഗത്തേക്ക് പോകുന്ന റോട്ടേറ്റ് കിട്ടും. ഒരു സ്വഹാബി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കേൾക്കിട്ട് മതസ്സാഅ യാ റസൂലല്ലാഹ് ഖിയാമത്ത് നാൾ എപ്പ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടാകുമ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ സ്വഹാബിയുടെ തിരിച്ചു കേൾക്കിട്ട് നീ അത്രയും ഒരു ആവേശത്തിൽ ഖിയാമത്ത് നാൾ എപ്പാണ്ട് കേൾക്കുമ്പോൾ നീ എന്തിന് റെഡിയാക്കി വെച്ചിട്ടാണ് കേൾക്കുമ്പോൾ ആ സ്വഹാബിയുടെ ഉത്തര ഞാൻ എൻ്റെ ജീവിതത്തിൽ യാരെന്തും നല്ല കാര്യമാക്കിയിട്ടില്ല. ചെമ്മ നിസ്കാരമാ യാരെ നോമ്പ യാരെ സക്കാത്ത ഒന്നും എൻ്റെ കയ്യിലില്ല. ആയെങ്ക ഞാൻ ഇലാഹായ ആ അല്ലാഹു മനസ്സറിഞ്ഞിട്ട് പിടിച്ചടിച്ചില്ല. അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ധാരാളം മനസ്സറിഞ്ഞാൽ പിടിച്ചടിച്ചില്ല. അതുമാത്രം നല്ലൊട്ടിക്ക് ഉള്ളിൽ ചൊല്ലുമ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു അൽ മർഉ മഅ മൻ അഹബ്ബ. നീ ആരെ ഏറ്റിക്കടി ആരെ പിടിച്ചടിക്കരെ അവൻ്റെ ഒട്ടിക്ക് ഏറ്റിക്കടി. ഞങ്ങൾ ഈ ലോകത്തിൽ അള്ളാഹുടെയും അവൻ്റെ റസൂൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും നല്ല നല്ല സ്വാലിഹീങ്ങളെയും ഞങ്ങളെല്ലാം മഹബത്ത് വെച്ചെങ്കിൽ അതുമൂലം അള്ളാഹു നിങ്ങളെ
അങ്ങനൊട്ടേക്ക് സ്വർഗത്തേക്ക് എത്തുപാട്ടും അതേ ടൈമിൽ ഇപ്പോഴത്തെ നൂതനവാദങ്ങൾ വിദഗ്ധ കാലങ്ങൾ കൂടി എനിക്കുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങൾ അത് കാരണം കൊണ്ട് നരകത്തേക്ക് എത്തുപാട്ടും അള്ളാഹു കാത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ശൈഖ് ഹുസൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അസ്കിയ ചൊല്ലി വിശ്വപ്രസിദ്ധമായ കാര്യത്തിൽ പഠിപ്പാടുന്നുണ്ട്. ലാ തസ്ഹബൻ മൻ കാന അഹ്ല ബത്താലത്തിൻ വതസാഹുലിൻ ഫിദ്ദീൻ ദാക ഹുവൽ ബലാ. ദീൻ്റെ നിസ്സാരമായിട്ട് കണ്ട് ദീൻ്റെ കുറവാക്കി കണ്ടങ്ങനത്തെ ഈ നൂതനവാദി വിദഗ്ധങ്ങാർ അങ്ങനത്തെ ഇങ്ങനെ കൂടി കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ മുസീബത്തിൻ്റെ ആയിട്ട് ബഹുമാനപ്പെട്ട പഠിപ്പാടുന്നുണ്ടല്ലോ. അതുകൊണ്ടിട്ട് അങ്ങനത്തേക്കൊന്നും കൂടാണ്ടെങ്കിൽ സ്വാലിഹ്യങ്ങളെണ്ണം കൂടി കരഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഞങ്ങൾക്കും സ്വർഗത്തേക്ക് എത്തുപാട്ടുകാവും. അള്ളാഹു അങ്ങനെ സ്വർഗത്തെ എത്തുപാട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അഞ്ചാമതായിട്ടും അവസാനമായിട്ടും ബഹുമാനപ്പെട്ട അൽ ഫഖീഹ് അബുൽ ലൈസ് റഹ്മഹുല്ലാഹ് ഞങ്ങൾക്ക് സ്വർഗത്തേക്ക് പോകുന്നവരുടെ വേണ്ടി പരിപാടിക്കുന്നുണ്ടല്ലേ. നിരന്തരമായിട്ടുമുള്ള ദുആ, അധികരിച്ചതായ ദുആ. ഒരു അടിമ അള്ളാഹുട്ടേക്ക് അള്ളാഹുവെ നമുക്ക് നീ സ്വർഗത്താച്ചുള്ള ദുആ 3 വട്ടം കേട്ടിട്ടുണ്ടെങ്കിൽ സ്വർഗമേ അള്ളാഹുട്ടേക്ക് ചൊല്ലു അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന. അള്ളാഹു അവിടെ നീ സ്വർഗത്ത് കടത്തിട്ട് സ്വർഗ അള്ളാഹുടെ ചൊല്ലുണ്ടായിരിക്കുന്ന ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിമാർ കേട്ടാർ ദുആർക്ക് ഏറ്റവും നല്ലതായ ടൈം ഏതെന്ന് കേൾക്കുമ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലി ഒരു ടൈമായിരിക്കും ജൗഫുൽ ലൈൽ, മധ്യരാത്രി, നടുരാത്രി, അതായത് തഹജ്ജുദ് ടൈമിലെ ആ ഒരു ദുആ ആയിട്ട്. ബഹുമാനപ്പെട്ട ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു ശരീക്കുമ്പോൾ കണ്ണ് കണ്ടില്ല ഈ ബിസി ഉമക കൊന്തവിടമേ കിടവുത്തലിൽ വെല്ലേൽപ്പിനെ നടക്കുമ്പോൾ മതിൽ ടച്ചായിക്കൊണ്ട് അതെന്തേ മതിൽ ടച്ച് അവിടെ നോക്കുമ്പോൾ അപ്പോൾ ഇരിക്കട്ടെ ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹുടെ ഉമ്മക കൊന്തവിടെ ഈ കിടവ് കണ്ണ് കണ്ടില്ല. അങ്ങനെ അക്കാലത്തിൽ വലിയ വലിയ ഡാക്ടർമാരുടെ പോയിട്ട് എത്ര മരുന്നാക്കിയിട്ടും ഒന്നും ഫല കണ്ടിട്ടില്ല. അവസാനമായിട്ട് ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹുടെ ഉമ്മ ഒരു കാര്യം എടുത്തത് അത് വേറൊന്നുമല്ല, ജാവ് കഴിഞ്ഞിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് നിരന്തരമായിട്ടും അള്ളാഹുവിലേക്ക് ദുആ ആയിട്ട് ഉൾപ്പിട്ട് ദുആ അതിനെ ഫലം വേണ്ടി ചൊല്ലുന്നു. ഒരു നാൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു ഉമ്മയുടെ കിനാൽ വന്ന് ചൊല്ലുന്നുണ്ട്, ഖദ് റദ്ദല്ലാഹു ബസറബിനികി ബികസറതി ദുആഇകി. നിങ്ങളെ ഈ അധികരിച്ചതായ ദുആ കാരണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ആ മോന്റെ കണ്ണിന്റെ കാഴ്ചയ്ക്ക് തിരിച്ചു നൽകിയാണ്ടായിരിക്കും. ഞങ്ങളെയും ഞങ്ങൾക്കുള്ള വേചാരങ്ങളെയും ഞങ്ങൾക്കുള്ള പ്രതിസന്ധികളെയും എല്ലാം ഒന്ന് അള്ളാഹുടെ നിങ്ങൾ ഉൾപ്പെട്ട് ദുആ കണ്ടെങ്കിൽ അള്ളാഹു അങ്ങനെ കാര്യത്തെയെല്ലാം ഫത്ഹലാക്കി തന്നെയാണ് ഞങ്ങൾ സംശയിക്കേണ്ടതില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഞാൻ ചെന്നതും നിങ്ങൾ കേട്ടതും എല്ലാം അള്ളാഹുവിന്റെ സാലിഹായ സൽക്കർമ്മങ്ങളെ കൊണ്ട് നിർമ്മിച്ചു അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്തുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനിയും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുക, ഖുർആൻ ഖത്മ തീർക്കുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ.